തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. സ്വാഭാവികമായും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ 11 നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ അത് നോക്കിക്കാണുന്നത്. അതൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും സംസ്ഥാന നിയമസഭയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ആയിട്ടാണ് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാം നോക്കിക്കാണുന്നത്. കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് അതല്ലെങ്കിൽ 9.5 വർഷം മുമ്പേ കേരളത്തിൽ അധികാരത്തിലേറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണവും അതിന് നായകത്വം വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണവും ജനങ്ങൾ മടുത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം. അതല്ലെങ്കിൽ ഈ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ എല്ലാ മേഖലകളിലും സമസ്ത പരാജയം ഏറ്റുവാങ്ങിയ ഒരു സർക്കാരാണ്. ആ സർക്കാർ ഒരു ദിവസം മുമ്പേ ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണ്ടത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ കേരളത്തിലെ മൊത്തം പാർലമെൻറ്റിലേക്ക് കടക്കുന്നില്ലെങ്കിലും വടകര പാർലമെൻറ്റിൽ മാത്രം വിജയമെടുത്ത് പരിശോധിക്കുമ്പോൾ 1,14,000 വോട്ടിന് നമ്മുടെ MP ഷാഫി പറമ്പിൽ ജയിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു കാര്യമായി നമുക്ക് തോന്നുന്നില്ല. ഇതൊന്നും തന്നെ UDFൻ്റെയും RMPൻ്റെയും വോട്ടുകൾ മാത്രമായി കണക്കാക്കാൻ സാധിക്കും. വലിയ ശതമാനം വോട്ടുകൾ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഷാഫിക്ക് കിട്ടി എന്നുള്ളതാണ് ഇത്ര വലിയ ഒരു ഭൂരിപക്ഷത്തിൽ നിന്ന് ജയിക്കാനുണ്ടായ സാഹചര്യം. എൻ്റെ ഇത്രയേറെ വോട്ടുകൾ ഈ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് UDFിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ജനങ്ങൾ മടുത്തിരിക്കുന്നു ഈ സർക്കാരിന്. ആളുകളുടെ പ്രതീക്ഷ എന്തായിരുന്നു ഈ സർക്കാർ പ്രത്യേകിച്ച് പിണറായി മുഖ്യമന്ത്രിയാവുന്ന സാഹചര്യത്തിൽ പിണറായിയെ പറ്റി ആളുകൾക്കുണ്ടാകുന്നൊരു മതിപ്പ്, ആ തുടക്കത്തിലുണ്ടായ പിണറായി വന്ന ഒരു പക്ഷേ കേരളത്തിൽ മാറ്റങ്ങളുണ്ടാവും എന്നൊക്കെ ആഗ്രഹിച്ച ആളുകൾ, അതായത് പഴയ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി വെച്ച് വരുന്ന പഴയ ആളുകളൊക്കെ തന്നെ ആഗ്രഹിച്ചത്, അതിനുശേഷം ഭരണത്തിലേറിയ ശേഷം ഇങ്ങോട്ട് നടത്താനായില്ല എന്നുള്ള ഒട്ടനവധി സംഭവ പരമ്പരകളാണ് നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതിന് തെളിവാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വടകരയുണ്ടായ വിജയമാണ്. ഒരുപക്ഷെ വടകര പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം അതൊരു ചെറിയ ഒരു വിജയമായി അല്ല ഞങ്ങളൊന്നും കാണുന്നത്. കാരണം ഈ KK ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായതോടുകൂടി വടകരയിൽ കഴിഞ്ഞ മുല്ലപ്പള്ളിയും ആവർത്തിച്ച വിജയം K മുരളീധരനോടുകൂടി ആവർത്തിക്കപ്പെടാനായി എങ്കിലും മുരളീധരന് ശേഷം ഷാഫി വന്നപ്പോൾ വീണ്ടും വടകര തിരിച്ചു പിടിക്കാമെന്നുള്ള വലിയ ഒരു മോഹത്തോടു കൂടിയാണ് ഇടതുപക്ഷ മുന്നണി ശൈലജ ടീച്ചറെ ഇറക്കി ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ഒരുപക്ഷെ കഴിഞ്ഞ ആദ്യ പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും പോപ്പ് നിറഞ്ഞ അവർ അവകാശപ്പെടുന്ന ആളാണ് അന്നത്തെ ആരോഗ്യ മന്ത്രിയാണ് ശൈലജ ടീച്ചർ. നമ്പർ 1 കേരളം, ആരോഗ്യ കേരളം നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് നടന്ന ആ ടീച്ചറെ ഇറക്കിയത് തന്നെ കൂത്തുപറമ്പിൽ MLA ആയിരിക്കുന്ന ടീച്ചറെ ഇറക്കി വടകര തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുമെന്നുള്ള വലിയ ഒരു ചിന്തയിലൂടെയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ അവരുടെ ചിന്താഗതിക്ക് ഒക്കെ കനത്ത ആഘാതമേറ്റുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ വിജയം. അത് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഷാഫിയെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയ വർഗീയ പരമായി ആളുകളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ആളുകളുടെ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ആളുകളുടെ സൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ നടത്തിയ ഒട്ടനവധി പ്രചരണങ്ങളെയൊക്കെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ നേരിട്ട് കണ്ടതും കേട്ടതും ഒക്കെയാണ്, നിങ്ങൾ എഴുതിയതാണ്. അപ്പോൾ അത്രയേറെ വലിയൊരു തെരഞ്ഞെടുപ്പിലാണ് ആ വിജയം UDFിനുണ്ടാക്കിയത്. അത് വടകര മാത്രമല്ല, കേരളത്തിലാണ്. ആ ഒറ്റ കാരണമാണ് ജനങ്ങളിൽ നിന്ന് ഈ സർക്കാർ അകന്നു പോയത്. അപ്പോൾ അവരിത് പറയുക അതല്ല, ജനങ്ങൾ അകന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ കണ്ടത് അത് തന്നെയാണ്. അവസാനത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് വരെ നമ്മൾ കണ്ടു. CPMന് കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പും കടന്നു വന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പ്രതീക്ഷയ്ക്ക് അപ്പുറം ജനങ്ങൾ കാത്തു കഴിയുകയാണ്. ഈ സർക്കാരിന്
ഒരു കനത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒരു വലിയ ആത്മവിശ്വാസം പകരാനും UDF നേതാക്കൾക്ക് ആത്മവിശ്വാസം പകരാനുമുള്ളൊരു തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് വലിയ ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ആളുകൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യുന്നതൊക്കെ ആളുകൾ എന്ത് പറഞ്ഞാലും ഈ തിരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അപ്പോൾ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ബോധം, ആ തിരഞ്ഞെടുപ്പിൽ ഇന്നത്തെ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ ആളുകൾ കണക്കെടുത്തുകൊണ്ട് ആളുകൾ വളരെ കൃത്യമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വടകര നിയോജകമണ്ഡലത്തെ എടുത്ത് പറയുമ്പോൾ നമുക്കറിയാം, വടകരയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കും മറ്റ് ചിന്താഗതികളിലേക്കും ഒന്നും കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം വടകരയിൽ നിങ്ങൾക്കറിയാം, വടകര മുല്ലപ്പള്ളിയോടുകൂടി വടകര പാർലമെൻറ്റ് തിരിച്ചു പിടിച്ചപ്പോൾ UDF സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം RJD എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം UDF വന്നു. അങ്ങനെ ആദ്യം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനിയത്ത് എന്ന സ്ഥാനാർത്ഥിയായി. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ MK പ്രേംനാഥ് മത്സരിച്ചു. രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പിൽ മനിയത്ത് മത്സരിക്കുന്നു. പക്ഷേ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും UDF ജയിക്കാനായില്ല എന്നുള്ളത് നമ്മളെ മുമ്പിൽ കാണണം. ആ ഒരു അവസരത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ KK രമയുടെ സ്ഥാനാർത്ഥിത്വവും അതുമായി ബന്ധപ്പെട്ട് വടകര കാലങ്ങൾക്ക് ശേഷം UDF തിരിച്ചു പിടിക്കാനുമായത്. അത് വലിയ ഒരു വിജയം തന്നെയായിരുന്നു. കാരണം RJD മുന്നണി വിട്ടുപോയപ്പോഴും RJD എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട, വടകര നിയമസഭയിലെ ഏറാമലായി എന്ന് പറയുന്ന പ്രദേശം ഒരുപക്ഷെ ഉണ്ടാക്കിയത് പഴയ സോഷ്യലിസ്റ്റുകാരാണെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളാണ്. ഏറ്റവും കൂടുതൽ ശക്തി ഞങ്ങൾക്കാണെന്നൊക്കെ പറയുന്ന അവർ മുന്നണി വിട്ടുപോയപ്പോഴും വടകര തിരിച്ചു പിടിക്കാനായി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. വടകര നിയമസഭാ സീറ്റ് നല്ല ഭൂരിപക്ഷത്തോടു കൂടി KK രമക്ക് നിലനിർത്താനായി എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഉള്ള വിജയവും അതിന് മുമ്പിട്ട് വടകരയിൽ രമയുടെ വിജയമൊക്കെയുള്ള ആവേശമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ UDFും RMPയും നേരിടുന്നത്. വടകര മുനിസിപ്പാലിറ്റിയെ പറ്റി നിങ്ങളോട് കൂടുതലായിട്ടൊന്നും പറയണ്ട. നിരന്തരമായ മുനിസിപ്പാലിറ്റിയുടെ ഓരോ വിഷയങ്ങളെ പറ്റി ആഴത്തിൽ പഠിക്കുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം വടകര മുനിസിപ്പാലിറ്റി ഒരു മാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നു. 6 പതിറ്റാണ്ടായി ഒരു മുന്നണി തന്നെ ഭരിക്കുന്നു എന്നുള്ളത് നമുക്കാണ്. CPM നേതൃത്വത്തിൽ ഞെരിഞ്ഞ് അമർന്ന് കഴിയുന്ന ഈ വടകര നഗരസഭയ്ക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് വടകരയിലെ നഗര മേഖലയിൽ താമസിക്കുന്ന ആളുകളൊക്കെ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 നടന്ന തെരഞ്ഞെടുപ്പിലും ഈ നഗരസഭയിൽ ഒരു മാറ്റമുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ ഒത്ത് അന്ന് ഭരണം തിരിച്ചു പിടിക്കാൻ നമുക്കായില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചു പിടിക്കാൻ ആവശ്യമായ ഒരു തയ്യാറെടുപ്പോടു കൂടിയാണ് മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പേ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതും സ്ഥാനാർത്ഥിത്വത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിട്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ UDF നടത്തുക പതിവ്. പക്ഷെ പതിവിന് വിപരീതമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വളരെ കൃത്യമായി കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലെ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ കാലക്കൂട്ടി മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങാൻ വേണ്ടി താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും വളരെ ചിട്ടയായ രീതിയിലുള്ള ഒരു പ്രവർത്തനം കോഴിക്കോട് ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും കൃത്യമായി നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ വടകര നഗരസഭയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വടകര നഗരസഭ പൂർണ്ണമായും തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്കാവുമെന്നും നല്ല ഒരു ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാൻ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ജനങ്ങൾ നേരത്തെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പറഞ്ഞതുപോലെ 6 പതിറ്റാണ്ട് ഭരിച്ചൊരു കാലഘട്ടത്തിൽ ജനങ്ങൾ വല്ലാതെ ഈ നഗരസഭയിൽ നിന്ന് അകന്നു പോയിരിക്കും. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പലപ്പോഴും ഒരു സ്വകാര്യ സംഭാഷണത്തിലാണെങ്കിൽ പോലും അതല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മുന്നണിയുടെ പ്രവർത്തകരെ കാണുമ്പോൾ പോലും രാഷ്ട്രീയത്തിന് അതീതമായി പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ശരിയാവാത്തത് കൊണ്ടാണ് ഈ ഭരണം വീണ്ടും CPM കൈകളിലെത്തുന്നത്, അതുകൊണ്ട് നിങ്ങൾ നേരെ നിന്നാൽ ഈ ഭരണം തിരിച്ചു പിടിക്കാൻ ആകും എന്നൊക്കെയുള്ള വലിയ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജനങ്ങളാണ്. ആ ജനങ്ങൾക്കുള്ള ചിന്താഗതിക്ക് അനുസൃതമായി ഈ 2025 നടക്കുന്ന പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ശതമാനം ആളുകളുടെയും ഭൂരിപക്ഷം സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട്
വടകര നഗരസഭ പിടിക്കും. ഇതിൻ്റെ ഒരുപാട് കെടുകാര്യസ്ഥതയെപ്പറ്റി ഒന്നും നമ്മൾ കൂടുതൽ പറയണ്ട. കെടുകാര്യസ്ഥതയെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് ഞാൻ പറയുന്നത്. കാരണം നമുക്കറിയാം, വെള്ളം കിട്ടാത്ത മേഖലയാണ് ഇവിടെ. കാലവർഷം ഒക്കെ കഴിഞ്ഞ് നല്ല ചൂട് സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇതിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഭാഗത്ത് മാത്രമല്ല, ഇപ്പം പഞ്ചായത്തുകൾ എല്ലാ സ്ഥലങ്ങളിലും വേനൽക്കാലം ആകുമ്പോഴും വെള്ളമില്ലാത്ത പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ വേനൽക്കാലത്ത് ശരിക്ക് കഴിക്കുന്നത് ഇപ്പോൾ വെള്ളം കഴിക്കുന്ന ഒരു സമയം. അപ്പം വടകര നഗരസഭയിൽ അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളാണുള്ളത്, ഒട്ടനവധി വിഷയങ്ങൾ. ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മാസങ്ങൾക്ക് മുമ്പേ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി ഏതായാലും UDF ഒരു ഉയർത്തി നിൽപ്പിനുള്ള സമയമാണിത്. അതുകൊണ്ട് വടകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുപോക്ക് ഞങ്ങൾക്കില്ല. എന്തായാലും വടകര സഭ ഈ വർഷം ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എടുക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്ത് സംവിധാനങ്ങളോടൊക്കെ അധികാരങ്ങളൊക്കെ കവർന്നെടുത്തൊരു സർക്കാരാണ് ഈ സർക്കാർ. നമുക്കറിയാം, ഇപ്പോൾ ഈ സർക്കാർ ആദ്യത്തെ പിണറായി സർക്കാർ വരുമ്പോൾ 5 മിഷനുകളെ പ്രഖ്യാപിച്ചു. ഞാൻ എല്ലാ 5 മിഷനുകളെ പറ്റി ഒന്നും പറഞ്ഞ് ഞാൻ പോകുന്നില്ല. ഇത് പ്രധാനപ്പെട്ട ഒരു മിഷൻ ലൈഫാണ്. ലൈഫ് പദ്ധതിയെപ്പറ്റി നമുക്കറിയാം. അതിൻ്റെ മുമ്പിട്ടുണ്ടായ ഒരു പദ്ധതിയായിരുന്നു IAY, ഇന്ദിരാ ആവാസ് യോജന. ഇന്ദിരാ ആവാസ് യോജനയെ പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇന്ദിരാ ആവാസ് യോജന രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോഴാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിൽ ഏറിക്കിടക്കാൻ പാർപ്പിടമില്ലാത്ത കോടിക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയായിരുന്നു IAY, ഇന്ദിരാ ആവാസ് യോജന. പക്ഷേ ആ ഇന്ദിരാ ആവാസ് യോജന നടപ്പിലാക്കുന്ന കാലഘട്ടം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം നമുക്കറിയാം. ആ സമയത്ത് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കുള്ള ഭവന പദ്ധതി ഉണ്ടായിരുന്നു. SC/ST മേഖലയിലുള്ള ആളുകൾക്കുള്ള ഭവന പദ്ധതി ഉണ്ടായിരുന്നു. ഈ IAY പദ്ധതിയും കൃത്യമായി നടക്കും. പക്ഷേ ഈ പദ്ധതികളൊക്കെ തന്നെ പൂർണ്ണമായും അതിൻ്റെ അധികാരം പഞ്ചായത്ത് സംവിധാനങ്ങൾ ഒതുങ്ങി വരും. എങ്ങനെയായിരുന്നു ഇത് പ്രയോറിറ്റി നിശ്ചയിക്കാറ്? ഗ്രാമസഭക്കാർ, ഗ്രാമസഭ കമ്മിറ്റിക്കായിരുന്നു, ഗ്രാമസഭക്കായിരുന്നു അധികാരം പൂർണ്ണമായി പ്രയോറിറ്റി നിശ്ചയിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, കേന്ദ്രത്തിൽ ഒരു സർക്കാർ വരികയും നരേന്ദ്രമോദിയുടെ സർക്കാർ ഇന്ദിരാ ആവാസ് യോജന എന്ന പദ്ധതി ഇല്ലായ്മ ചെയ്ത് അത് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയാക്കി വന്ന കഥകളൊക്കെ നമുക്കറിയാം. അതിലേക്കൊന്നും കടന്നു പോകുന്നത്. പക്ഷേ ആ സമയത്ത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോകുന്നത് വരെ ഇവിടെയുള്ള ഈ പഞ്ചായത്ത് സംവിധാനത്തിന്, അതായത് ഗ്രാമസഭയ്ക്ക് പൂർണ്ണമായ പ്രയോറിറ്റി തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സർക്കാർ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം എടുത്തത് ഗ്രാമസഭയുടെ അധികാരം വെട്ടിക്കുറച്ചതാണ്. നമ്മൾ നോക്കേണ്ടത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലും അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സർക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ വിപുലമായ രീതിയിലാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1995 ജനകീയ ആസൂത്രണ പ്രക്രിയക്ക് തുടക്കമിട്ട ഇടതുപക്ഷ മുന്നണി പറഞ്ഞത്, ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നിന്നും കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്നൊക്കെ പദ്ധതി ഉണ്ടാക്കി അത് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ താഴെത്തട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യമായ പദ്ധതിയല്ല ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ ജനകീയ ആസൂത്രണ പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്നത് 95. എങ്ങനെയാണ് പറഞ്ഞത്? ആളുകൾക്ക് സ്വീകാര്യമായ രീതിയിലുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടപ്പിലാക്കുകയാണ് ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞതാണ് 95 നടപ്പാക്കിയ ജനകീയ ആസൂത്രണ പദ്ധതി ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഇന്ന് ജനകീയ ആസൂത്രണം എന്നുള്ള പ്രക്രിയമല്ല, അത് അധികാര വികേന്ദ്രണമായി മാറുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ഗ്രാമസഭയുടെ അധികാരങ്ങൾ പോലും എടുത്തു കളഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതുമാത്രമല്ല, പഞ്ചായത്ത് നികുതിയിനത്തിലാണെങ്കിലും പെർമിറ്റ് ഫീസിനാണെങ്കിലും ഭാരിച്ച വിലവർദ്ധനവുണ്ടായി ജനങ്ങൾ നട്ടം തിരിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ എന്തായാലും അതുമാത്രമല്ല, പദ്ധതി പണം നമുക്കറിയാം. ഇപ്പോൾ ഒരു വാർഷിക പദ്ധതി പണം, സർക്കാർ കൊടുക്കുന്ന വാർഷിക പദ്ധതി പണം ഇത്ര കോടിയാണ് എന്ന് പറയുമ്പോൾ അതിനനുസൃതമായിട്ടാണ് പദ്ധതികൾ വിഭാവനം ചെയ്യാറ്. പക്ഷേ പദ്ധതികൾ വിഭാവനം ചെയ്ത് DPCക്ക് പോയി അംഗീകാരം വാങ്ങി തിരിച്ചു വന്നാലാണ് ഇത്ര ശതമാനം ഇത് കട്ട് വരുന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത്തിൽ വീണ്ടും പദ്ധതി ഉണ്ടാക്കാനും അത് DPC പോയി അംഗീകാരം വാങ്ങേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് പലപ്പോഴും പഞ്ചായത്ത് നഗര സഭകൾക്കൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ തന്നെ ഞങ്ങൾ കാണുന്നത് പഞ്ചായത്തിന് മുഴുവൻ അധികാരങ്ങളെയും വെട്ടിക്കുറച്ച് പോയ ഒരു സർക്കാരിനെയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലൊക്കെ തന്നെ ഈ സർക്കാരിനെതിരായുള്ള വലിയൊരു ജനവികാരമുണ്ട്. ഇപ്പോൾ വടകര മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് 4 പഞ്ചായത്താണ്. അഴിയൂർ പഞ്ചായത്ത് നമുക്കറിയാം. അഴിയൂർ, ചോറോട്, ഒഞ്ചിയം, ഏറാമല 4 പഞ്ചായത്തുകളാണ്. 4 പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകൾ
UDF RMP ഭരിക്കുകയാണ്. ചോറോട് പഞ്ചായത്ത് ഇപ്പോൾ UDFൻ്റെ RMPൻ്റെ കൈകളിലല്ല. പക്ഷെ നോക്കണം, ഞങ്ങളൊക്കെ വളരെ സന്തുഷ്ടരാണ്. 2010 മുമ്പ് ഒരു കാലഘട്ടം, ആ 2010 മുമ്പേയുള്ള രാഷ്ട്രീയം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. കാരണം അഴിയൂരാണെങ്കിലും ഒഞ്ചിയമാണെങ്കിലും ഏറാമതി ആണെങ്കിലും പല ബൂത്തുകളിലും ഒരു പൗരൻ്റെ മൗലിക അവകാശത്തിൽപ്പെട്ടതാണ് വോട്ടവകാശം. തൻ്റെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ സാധിക്കാതെ, ബൂത്തുകളിൽ പോകാൻ സാധിക്കാതെ, ബൂത്ത് ഏജന്റുമാരെ നിപ്പിക്കാൻ സാധിക്കാത്ത ഒട്ടനവധി മേഖലകളായിരുന്നു ഒഞ്ചിയവും അതുപോലെ തന്നെ ഏറാമതിയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ 2010 കൂടി ഒരു മാറ്റം ഈ മേഖലകളിൽ കടന്നു വന്നിരിക്കുന്നു. ചന്ദ്രശേഖരൻ ഉയർത്തിയ CPMൻ്റെ അപജയത്തിനെതിരെ ഉയർത്തിയ ശബ്ദം, ആ ശബ്ദം അവസാനം ചന്ദ്രശേഖരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ 2010 ആദ്യമായി RMPയുമായി ഒരു മുന്നണിയുമായി ഉള്ള തോതിലല്ലെങ്കിൽ പോലും ഒരു ധാരണയുണ്ടാക്കി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ആ നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഴിയൂരും ഒഞ്ചിയവും ഏറാമതിയും ഞങ്ങൾക്ക് പിടിക്കാനായി. RJD ഉണ്ടായിരുന്നു ആ 2010 തെരഞ്ഞെടുപ്പിൽ, ഈ RMP UDF മുന്നണി. പക്ഷേ 2010 ശേഷം നടന്ന 2015 നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലും ഈ 3 പഞ്ചായത്തോടൊപ്പം ആദ്യമായി പതിറ്റാണ്ടുകളോളം കൈവശം വെച്ചിരിക്കുന്ന ചോറോട് പഞ്ചായത്തും ഭരണം പിടിക്കാൻ UDFന് സാധിച്ചു. പക്ഷേ 2015 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് RJD മുന്നണി വിട്ടുപോകുന്നത്. RJDയുടെ മുന്നണി മാറ്റത്തോടു കൂടി ചോറോട് പഞ്ചായത്തൊക്കെ വീണെങ്കിലും, ആ മുന്നണിയോട് വീണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നണിക്ക് വലിയൊരു പ്രതിസന്ധി ഇല്ലാതെ കടന്നു പോകാൻ അഴിയൂരും നമുക്ക് ഭരണസമിതി വീണു. പക്ഷേ 2020 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RJD എന്ന് പറയുന്നൊരു സാധനമാണ് ഈ മേഖലയിൽ ശക്തരാണ് എന്നൊക്കെ പറയുന്ന ആ പാർട്ടിക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് ഏറാമല ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF RMP മുന്നണി പിടിച്ചെടുക്കുന്നത്. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഞാൻ പറയണ്ട, ഒരു കാലത്ത് ചുവന്ന ആകാശവും ചുവന്ന ഭൂമിയും എന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ചായത്ത്, ചുവന്ന നിറമുള്ള പഞ്ചായത്ത്, ഒട്ടനവധി സമര ചരിത്രങ്ങൾക്ക് പേരുകേട്ട ചരിത്ര താളുകളുള്ള ഒഞ്ചിയം. ആ ഒഞ്ചിയമാണ് CPMൻ്റെ കൈകളിൽ നിന്ന് 2010 ശേഷവും 2020 UDF RMPക്ക് വിജയം നിലനിർത്താൻ വേണ്ടി സാധിച്ചു, അഴിയൂരും നിലനിർത്താൻ വേണ്ടി സാധിച്ചു. അപ്പോൾ 3 പഞ്ചായത്തുകളും നമ്മുടെ കൈകളിൽ ഭദ്രമാണ്. പക്ഷേ 2020 തെരഞ്ഞെടുപ്പിൽ 2010 മുതൽ 10 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങളുടെ കൈകളിലുണ്ടായിരുന്നു. പക്ഷേ 2020 തെരഞ്ഞെടുപ്പിൽ ചെറിയ ഒരു അബദ്ധം, കയ്യബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലോക്ക് പഞ്ചായത്ത് UDF RMP ജനകീയ മുന്നണിയുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അത് എടുത്ത് പരിശോധിക്കുമ്പോൾ 2 സീറ്റിൻ്റെ വ്യത്യാസമാണെങ്കിലും 140 വോട്ടിൽ താഴെ വോട്ടുകൾക്കാണ് ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വേണം നഷ്ടപ്പെടും. ആ ബ്ലോക്ക് പഞ്ചായത്ത് വേണം നഷ്ടപ്പെട്ടു. ഇടതുപക്ഷം മുന്നണി അധികാരത്തിലേറി. പക്ഷേ 2010 മുതൽ 2020 വരെയുള്ള കാലഘട്ടം ബ്ലോക്ക് പഞ്ചായത്ത് കാലഘട്ടവും 2020 മുതൽ 2025 വരെയുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാലഘട്ടവും നടന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഈ 5 വർഷം കൊണ്ട് വടകര ബ്ലോക്ക് പഞ്ചായത്തിന് ഒന്നും ചെയ്യാനായില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 2010 ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യമായി RMP UDF സഖ്യം അധികാരത്തിൽ വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന് വൈസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ. ഒരുപാട് ചോർന്നല്ലി വലിക്കുന്ന ഒരു പഴയ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൽ ഈ ഉള്ളിൽ നിന്നുകൊണ്ട് ആളുകൾക്ക്, ജീവനക്കാർക്ക് ശരിക്ക് ഇരിക്കാൻ സാധിക്കാതെ, ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു പഴയ കെട്ടിടം, ഭരണസമിതി യോഗം കൃത്യമായി ചേരാൻ സാധിക്കാത്ത പഴയ കെട്ടിടം, ആ കെട്ടിടമായിരുന്നു ഉണ്ടായത്. പക്ഷേ അത് 2020 ആകുമ്പോഴേക്കും ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു. 2015 വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മാതൃകയായ ഒട്ടനവധി പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാനും അത് കേരളത്തിലെ നിരവധി പഞ്ചായത്തുകൾക്കും നിരവധി ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാനും വേണ്ടി സാധിച്ച ഒട്ടനവധി പദ്ധതികൾക്ക് ഞങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന നേട്ടം. അതിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടം, ബ്ലോക്ക് പഞ്ചായത്ത് നേട്ടം റീബോൺ എന്ന പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആളുകൾ ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് ഭിന്നശേഷിക്കാരുടെ പ്രശ്നം. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ആ ഭരണസമിതിയുടെ കാലത്താണ് നിരവധി രക്ഷിതാക്കളുടെ രോധനങ്ങൾ കേൾക്കാൻ സാധിച്ചത്. കാരണം പല അമ്മമാരും വന്ന് നമ്മളോട് ഭരണസമിതിയോട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കിയത് ചില അമ്മമാർ തങ്ങളുടെ പെൺകുട്ടികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ,
ഞങ്ങളൊക്കെ ഇല്ലാത്തൊരു സമയം വന്നാൽ ഈ കുട്ടികളുടെ സ്ഥിതി എന്താകും? ഈ കുട്ടികൾക്ക് സ്വന്തമായി ഒന്ന് നിലനിൽക്കാനും പിടിച്ചു നിൽക്കാനും സാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം എന്ന് ഒട്ടനവധി അമ്മമാരുടെ ഒരു രോധനമാണ് റീബോൺ എന്ന് പറയുന്ന സമഗ്ര ഭിന്നശേഷി പദ്ധതിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചത്. കേരളത്തിൽ ഇന്നിപ്പോൾ ഭിന്നശേഷി മെൻ്റലി ചാലഞ്ച്, അതായത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരൊറ്റ സ്ഥാപനമേ കേരളത്തിലുള്ളൂ. അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് CH മുഹമ്മദ് കോയയുടെ നാമധേയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മെൻ്റലി ചാലഞ്ച് എന്ന് പറയുന്നൊരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ നിന്ന് 90ഓളം ആളുകളെ വടകര ബ്ലോക്ക് പഞ്ചായത്ത് താമസിപ്പിച്ച് 3 ദിവസം വീട് കയറി നടത്തിയ പഠന റിപ്പോർട്ട് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ആ പദ്ധതിയെപ്പറ്റി പറയുമ്പോൾ 1 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പിയും ഒക്യുപേഷൻ തെറാപ്പിയും പോലുള്ള കാര്യങ്ങൾ അടിയന്തരമായി നൽകണമെന്ന്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രവും തുടങ്ങണം എന്ന് പറഞ്ഞു തന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർക്കാട്ടിരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഞങ്ങൾക്കത് തുടങ്ങാൻ സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് വന്നാൽ കാണാം അവിടെ ഒരു തൊഴിൽ പരിശീലന കേന്ദ്രവും തുടങ്ങാൻ വേണ്ടി സാധിച്ചു. അന്നൊക്കെ തന്നെ നല്ലവരായ ആളുകളുടെ കൈകളിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ പദ്ധതിപ്പണം പൂർണ്ണമായും ചെലവഴിക്കാൻ ആവാത്തൊരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെയായിരുന്നു ആ പദ്ധതി ഞങ്ങൾക്ക് മുഴുവനായി കൊണ്ടുപോകാൻ സാധിച്ചത്. ആ പദ്ധതിക്കാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും ലഭിച്ചു. അപ്പോൾ അന്ന് 2015 ഉണ്ടാക്കിയ ഒരു ഭരണസമിതി ഉണ്ടാക്കിയ പദ്ധതിയാണ് റീബോൺ പദ്ധതി. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വാങ്ങിയത്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഓർക്കാട്ടിരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ് ഓർക്കാട്ടിരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ. വർഷങ്ങൾക്ക് മുമ്പേ അത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ PHC എന്ന് പറയുന്ന പേര് മാറ്റി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആയതാണ്. പക്ഷേ ആയിട്ട് ഇപ്പോഴും പേരിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും. എന്താണ് പേരിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം, അവിടെ വേണ്ടത്ര ഡോക്ടർമാരുണ്ട്. സ്വാഭാവികമായും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ വന്നാൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് വേണം, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ് ഒന്നുമില്ല. അതങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ തുടർഭരണം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിൽ ഇല്ലാതെ പോയത് കൊണ്ടാണ് ആവാതിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് അവിടെ പഴയ കെട്ടിടമുണ്ടായിരുന്നു, അത് പൊളിച്ചു മാറ്റി നബാർഡിൽ നിന്ന് 5.5 കോടി രൂപ സംഘടിപ്പിച്ച് ഞാൻ പ്രസിഡൻ്റായ കാലത്താണ് ഇന്ന് ഇപ്പോൾ ഓർക്കാട്ടിരി ആസ്പത്രി പുതിയ കെട്ടിടം പണിതിട്ടുള്ളത്. ആ കെട്ടിടം പണിയുമ്പോൾ വലിയ ഒരു പ്രതീക്ഷയിലൂടെ ആയിരുന്നു അന്ന് ആ ഫണ്ട് വാങ്ങിയത്. പക്ഷേ ഇപ്പം കെട്ടിടം പണി പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ പറയുന്നത് അവർ വാങ്ങിയ ഫണ്ടാണ് എന്നാണ്. അവരെല്ലാം വാങ്ങിയത് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കാലത്താണ് അതിൻ്റെ കെട്ടിട നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഈ 5 വർഷം മുമ്പേ ഇവർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് ഇവർ ഓർക്കാട്ടിരി ആസ്പത്രിയുടെ കിടത്തി ചികിത്സ ആരംഭിക്കും, ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ പേരിൽ മാത്രമല്ല അത് അതിൻ്റെ സ്വഭാവത്തിലും അതാവും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ നോക്കണം നിങ്ങൾ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജാണ്. മന്ത്രിസഭ അധികാരം ഉണ്ടായിട്ടും ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും അവരുടെ പാർട്ടിയായിട്ട് പോലും ഭരണത്തിൻ്റെ ഒരു ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങി ഓർക്കാട്ടിരി ആസ്പത്രി ഒരു 750ഓളം OP ഡെയിലി ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. ആ ആസ്പത്രിക്ക് അവർ കാണുന്ന കെട്ടിടത്തിന് അതിൻ്റേതായ അർത്ഥവും മാനവും നൽകാൻ അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, നിങ്ങളിന്ന് ആ കെട്ടിടത്തിൽ ചെന്ന് നോക്കണം, ഇന്ന് പൂട്ടിക്കിടക്കുക കെട്ടിടം. ഇന്നൊരു കട പോലെയാണ് ആസ്പത്രി. കാലത്ത് വന്ന് തുറക്കും, വൈകിട്ട് പോകുമ്പോൾ പൂട്ടിപ്പോകും. അതാണ് ആസ്പത്രിയുടെ സ്ഥിതി. വൈകുന്നേരം പൂട്ടിപ്പോകും. ഈ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേന്ന് അന്ന് തന്നെ പൂട്ടിയിട്ടുണ്ട്, വീണ്ടും അത് തുറന്നിട്ടില്ല. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൽ മാതൃകയായ വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. അതിൻ്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തും. പിന്നെയുള്ളത് നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ട് ഡിവിഷനുകളാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ 2 ഡിവിഷനുകൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും. എന്തേ കാരണം, വടകര ജില്ലാ ആസ്പത്രി നിങ്ങൾക്കറിയാം. വടകര താലൂക്ക് ആസ്പത്രിയാണ് ഒരു സുപ്രഭാതത്തിൽ ജില്ലാ ആസ്പത്രിയായി മാറിയത്. ജില്ലാ ആസ്പത്രിയായിട്ട് മാറുമ്പോൾ എന്ത് വേണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാവണം, ഡോക്ടേഴ്സിൻ്റെ കൂടുതൽ ഡോക്ടേഴ്സിൻ്റെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പേര് ജില്ലാ ആസ്പത്രി ആയി മാറി എന്നല്ലാതെ ഒന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങളവിടെ സമരം നടത്തി. എൻ്റെ 3 സർജൻ ഉണ്ടായ അവസ്ഥയിൽ ഒരു സർജൻ മാത്രം വന്നു, വലിയൊരു വിഷയമുണ്ടായി. അവസാനം ഒരു താൽക്കാലിക സർജനൊക്കെ വെച്ചാവും. അപ്പോൾ ആളുകൾക്ക് പ്രയോജനകരമായ ഒരു അവസ്ഥ വടകര ആസ്പത്രി ഇല്ലാത്തൊരവസ്ഥ. ഇതൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആരാണ്?
ജില്ലാ പഞ്ചായത്താണ്. അതുമാത്രമല്ല വടകര ഇന്ന് നമ്മുടെ അഴിയൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും ചോറോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും 2010 ശേഷം ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടതുപക്ഷ മുന്നണിയുടെ ആളുകളാണ്. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടായി? അവിടെ ഒന്നും ഉണ്ടായില്ല. എന്തേ ഉണ്ടാവാതെ പോയത്? ഒരു ജനപ്രതിനിധി സ്ഥാനാർത്ഥിയാകുമ്പോൾ കഴിഞ്ഞ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനപ്രതിനിധിയായാൽ ആ ജനപ്രതിനിധി ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വേണ്ടതാണ്. അവിടെ രാഷ്ട്രീയ നിറം നോക്കിയല്ല പദ്ധതിക്ക് പണം നൽകേണ്ടത്, പദ്ധതി പ്രവർത്തനം നൽകേണ്ടത്, വികസന പ്രവർത്തനം നൽകേണ്ടത്. എല്ലാവരെയും ഒരുപോലെ കാണാനും തുല്യമായി ആളുകൾ കാണാനും പദ്ധതി പണം തുല്യമായി മുഴുവൻ ജനങ്ങൾക്കും വീതിച്ചു കൊടുക്കാനും സാധിക്കണം. പക്ഷേ കഴിഞ്ഞ 2 ടേമിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുണ്ടായത് എന്താണ്? ആളുകളെ മറന്നുപോയി. വെറും രാഷ്ട്രീയ നിറം നോക്കി മാത്രം പദ്ധതി പണം ചെലവഴിച്ചു. ആ പദ്ധതി പണം രാഷ്ട്രീയം നോക്കി മാത്രം ചെലവഴിച്ചപ്പോൾ RMPയുടെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെയുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുള്ള മേഖലകളൊന്നും തന്നെ 5 പൈസ ചെലവഴിക്കാൻ ഇവർ സാധിച്ചില്ല. അതുകൊണ്ട് ജനങ്ങൾ അസ്വസ്ഥരാണ്. ജനങ്ങൾ ഈ 2 ആളുകളെയും പുറത്ത് ഈ പ്രാവശ്യം ജയിപ്പിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലെ 2 ഡിവിഷനും വടകരയിലെ 2 ഡിവിഷനും ഞങ്ങൾ തിരിച്ചു. പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ പട്ടിക തന്നെ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ സാധിക്കും. 2 അടിപ്പാത വന്നിട്ടുണ്ട്, വാക്പടാനന്ദ പാർക്ക് വന്നിട്ടുണ്ട്, അവിടെ കൃഷിഭവൻ്റെ കെട്ടിടം വന്നിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്ത് പുതിയ കെട്ടിടം വന്നിട്ടുണ്ട്. അങ്ങനെ എണ്ണിയാതെ ഒടുങ്ങാത്ത നിരവധി വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചകളാണ് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തുള്ളത്. അതുകൊണ്ട് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്ക് മഴയില്ല. ഈ പ്രാവശ്യവും ഒഞ്ചിയം പഞ്ചായത്ത് വർദ്ധിത വീര്യത്തോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഏഴാമത് ഗ്രാമപഞ്ചായത്ത് 5 വരണം. ഏഴാമത് ഗ്രാമപഞ്ചായത്ത് 5 വർഷവും അത് തന്നെയാണ്. ഒട്ടനവധി വികസന പ്രവർത്തനം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു. നിങ്ങൾ ഓർക്കാട്ടിയിൽ 2020 മുമ്പേ ഓർക്കാട്ടിൽ അങ്ങാടി ചെല്ലുമ്പോൾ ഒന്ന് മൂത്രമൊഴിക്കണം തോന്നിയാൽ നിങ്ങൾക്കൊരു ശൗചാലയം പോലും കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ജീപ്പ് സ്റ്റാൻഡിൽ ചെന്ന് നോക്കൂ, അവിടെ ശൗചാലയം കൊണ്ട് മൂത്രമൊഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്ത് ചെന്ന് നോക്കൂ, അവിടെ ആവശ്യം പോലെ ശൗചാലയങ്ങളുണ്ട്. ഓർക്കാട്ടിൽ കന്നുകാലിച്ചന്ത വടക്കേ മലബാറിലെ പേര് കേട്ട ഓർക്കാട്ടിൽ കന്നുകാലിച്ചന്തയായിരുന്നു. ആ ചന്ത ജനങ്ങളാകെ വലിയ തോതിൽ വരുന്ന ചന്തയായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ചന്തയ്ക്ക് എത്ര ആളുകൾ വന്നാലും ആളുകൾക്ക് പ്രയാസം ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ശൗചാലയങ്ങൾ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതി എടുത്തു നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ 2020 അധികാരം വിട്ടൊഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള കാലഘട്ടം നോക്കൂ. അന്ന് തൊഴിലുറപ്പ് പദ്ധതി വളരെ കൃത്യമായി മുന്നോട്ട് പോയിട്ടില്ല. ആകെ 200 തൊഴിലാളികൾക്ക് മാത്രമാണ് 100 ദിനത്തെ തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിഞ്ഞതെങ്കിൽ ഇന്ന് ഈ ഭരണസമിതി പുറത്തു പോകുമ്പോൾ 1300 പേർക്ക്, ഇന്ത്യക്ക് തന്നെ മാതൃകയായ 1300 ആളുകൾക്ക്, തൊഴിലാളികൾക്ക് 100 ദിവസം തൊഴിൽ പൂർത്തിയാക്കാൻ അതുകൊണ്ടായി എന്നുള്ളതാണ് ഒരു കാര്യം. അംഗനവാടി കെട്ടിടങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു, സബ് സെൻ്ററുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപടി കാര്യങ്ങളാണ് ഏഴാമത് ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനം ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് കേരളം ഇന്ന് നേരിടുന്ന രാഷ്ട്രീയ പ്രശ്നത്തോടൊപ്പം തന്നെ 5 വർഷം ഏഴാമത് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളും ഈ ഒരു തുടർഭരണം ഞങ്ങൾക്കുണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. ചോറോട് ഭരണമാണ്. ചോറോട് കഴിഞ്ഞ കാലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2015 ഒരു 2 വർഷക്കാലം UDF ഇതോടൊപ്പം ഉണ്ടായെങ്കിലും RJD കാലുമാറ്റം വീണ്ടും ഭരണം പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ചോറോട് പഞ്ചായത്തിൽ ഞങ്ങൾ തിരിച്ചുവിടി. കാരണം കഴിഞ്ഞ 5 വർഷത്തെ ചന്ദ്രശേഖരൻ മാസ്റ്റർ പ്രസിഡൻ്റായ 5 വർഷത്തെ ഭരണം ഒന്നുമില്ല എന്നുള്ളതാണ് ആളുകൾ കാണുന്നത്. ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഉള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി. ആ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വലിയൊരു ജനകീയ രോഷം ചോറോടുണ്ട്. അതുകൊണ്ട് ചോറോട് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണുള്ളത്. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചോറോടിലും ഒരു പുതിയ മാറ്റം വരും. പുതിയ ഒരു പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരും. UDFും RMP തന്നെ ഈ പ്രാവശ്യം ചോറോടും പഞ്ചായത്ത് ഭരിക്കും. അങ്ങനെ വടകര മുനിസിപ്പാലിറ്റി ആണെങ്കിലും 4 ഗ്രാമപഞ്ചായത്താണെങ്കിലും ഇന്നത്തെ മയ്യേറെ മാറിയ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങളുടെ ഭരണം തുടർച്ചയായി ഉണ്ടാകും എന്നാണ് നിങ്ങളോട് പറയാം. എന്തായാലും മോശം ഉണ്ടാവില്ല, ജയിക്കാനുള്ള സീറ്റ് കിട്ടും. തിരിച്ചു പിടിക്കുന്ന ഇപ്പോൾ ആർക്കും പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്നതൊന്നും ശരിയല്ല. ഞങ്ങൾ ജനങ്ങളോട് വെക്കാനുള്ളത് വളരെ കൃത്യമായി 3 പഞ്ചായത്തും ജനങ്ങളോട് വെക്കാനുള്ള കാര്യങ്ങളുണ്ട്. കൃത്യമായും വെക്കാൻ വളരെ കൃത്യമായി ആധികാരികമായിട്ട് തന്നെയാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഈ വാർഡ് വിഭജനം CPMൻ്റെ നേതൃത്വം നടത്തിയ വാർഡ് വിഭജനമാണെങ്കിലും ആ വാർഡ് വിഭജനം പോലും ഈ 4 പഞ്ചായത്തുകളെയും അവർക്ക് തിരിച്ചു കിട്ടാൻ പര്യാപ്തമല്ല. ഇത് ഉണ്ടാക്കിയിട്ട് പോലും ജനങ്ങൾ അവർക്ക് അനുകൂലമല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. ഈ ഭരണം ഞങ്ങളുടെ കൈമോശം വരില്ല. ഞാൻ ആ കാര്യത്തെപ്പറ്റി ഒന്നേ പറയുന്നില്ല. ഒരു പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ, ഒരു വേഴാമ്പലിനെ പോലെ ഇടയ്ക്ക് വരുന്ന ആളുകൾ,
ഭാര്യയും ഭർത്താവ് നിങ്ങൾ നോക്കണം, 25 കൊല്ലം ഒരു പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധി ആളാണ്. എന്താ അവരെ പറ്റിയെന്ന് ഞാൻ പറയില്ല, വ്യക്തിപരമായ ആരെയും ആക്ഷേപിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾ പോയി ചോദിക്കണം ഈ ശശിയെ പറ്റിയൊക്കെ ആളുകൾ പറഞ്ഞത്. നിലവിൽ ഈ കൗൺസിലർ സ്ഥാനമല്ല ഇതൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഗുകാർക്കും അതേപോലെ RMPക്കാർക്കും കൊടുക്കുന്നതെന്നുള്ളതാണ്. ഇവർക്ക് കൃത്യമായിട്ട് ജയിക്കുന്ന സ്ഥലത്തുള്ള ഇവരാണ് വരുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസിഡന്റുമാർ തെരഞ്ഞെടുക്കുന്ന നിൽക്കേണ്ട RMP അല്ലെങ്കിൽ ലീഗിൻ്റെ ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ പതിയെ ഇങ്ങനെ ഇത് നഷ്ടപ്പെടുകയാണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് ഒതുക്കിപ്പോൾ എന്ത് പറയുക, അത് പോയോണ്ടല്ലോ 25 വർഷം ഈ നിന്റെ ഭാര്യയും ഭർത്താവ് 25 വർഷവും 15 കൊല്ലമായിട്ട് ഇത് ഓണറേറിയം വാങ്ങി പാർട്ടീനെ കൊണ്ടല്ലേ ഇതെല്ലാം ആയത്. ആ പാർട്ടിയെ വെച്ചുകൊടുത്ത് പോകുന്ന ആളുകൾ ഞാനെന്ത് പറയുന്ന അവർക്കൊരു മറുപടിയെ പറയുന്നത്. അവർ ഈ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്, ഒരു മറുപടിയെ പറയുന്നില്ല. ഈ പാർട്ടിയിൽ ഒരു ഭാരവാഹിത്വം ഇല്ലാത്ത ആളുകൾ അവർ പോകുന്നതുകൊണ്ട് എന്ത് ക്ഷണമാണുള്ളത്? നിങ്ങൾ ചോദിക്കും. ഈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ പറ്റി CPM അവർ തന്നെ വാട്സപ്പിലിട്ട ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ട് ഒരാളോട് അഭിപ്രായം പറയുന്നത്. ജയകുമാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രം മൂല്യം അതിനല്ല അടുത്ത ബന്ധമുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് മൂല്യം ചോദിക്കണം. കാരണം അത് നമുക്ക് പറയാൻ കഴിയില്ല. ജയകുമാർ എന്ന് പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഈ പ്രതിഭാസം കണ്ടിട്ടുണ്ട്. അന്ന് പിന്നെ വടകര ബ്ലോക്ക് പഞ്ചായത്ത് പോയതിൻ്റെ പ്രത്യേക കാരണം ഇയാളായിരുന്നു. സീറ്റ് മത്സരിക്കാൻ വേണ്ടി മാത്രം. വെറുതെ നിങ്ങൾ പറയൂ, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലല്ലാതെ ജയകുമാറിനെ ഏതെങ്കിലും രാഷ്ട്രീയ മേഖലകളിൽ പിന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഗൗരവത്തോട് കാണുന്നു. വർഗീയ ശക്തികളുടെ ഈ തിരിച്ചുവരവിനെ ഒരു ലാഘവത്തോടു കൂടിയല്ല ഞങ്ങൾ കാണുന്നത്, വളരെ ഗൗരവത്തോട് കാണുന്നുണ്ട്. അഴിയൂരിലെ ഇത് ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം അവരുടെ വരവിനെ തടയിടാനുള്ള പരമാവധി ശ്രമത്തിലാണ് ഞങ്ങൾ. അത് ഈ പ്രാവശ്യം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തെപ്പറ്റി പ്രതിപക്ഷം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റും അവരുടെ അമീർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലും നമ്മുടെ മുമ്പിൽ ആര് പറഞ്ഞു? പരവതാനിയല്ല. കഴിഞ്ഞ ഈ ഇടതുപക്ഷ മുന്നണിയൊക്കെ പിന്നെ അവരുമായിട്ട് ധാരണ ഉണ്ടാക്കിയത് ഇപ്പോൾ മലപ്പുറത്തെ പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. കഥ നമുക്കറിയാം. ഇപ്പോൾ അഴിയൂർ പഞ്ചായത്ത് സ്ഥിതി എന്താ? അഴിയൂർ പഞ്ചായത്തിൽ എന്തായിരുന്നു സ്ഥിതി? ഈ 2 SDPക്കാരുടെ പിന്തുണ ആർക്കേണ്ടുണ്ടായിരുന്നു? നിങ്ങൾക്കറിയാം. ഭരണമാറ്റമുണ്ടായത് എങ്ങനെയാണ്? 2015 അധികാരത്തിൽ തന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റിയത് എങ്ങനെയാണ്? ഈ പറയുന്ന ആളുകൾക്ക് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് 2000 പഞ്ചായത്ത് അധികാരത്തിൽ വന്ന് ET അയ്യൂബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. എങ്ങനെയാണ് പാസ്സായേ? SDPന്ന് 2 ആളുകളുടെ പിന്തുണ കൊണ്ടാണ് അത് പാസ്സായേ. ഇതൊക്കെ നടത്തിയിട്ട് മറ്റുള്ള ആളെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ കൂടുതലായിട്ട് നിങ്ങളോട് പറയാത്തുള്ളൂ, ഏറ്റവും വലിയ ഒരു വർഗീയ ആളുകൾ വിഭജിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രചരണം വരുന്നത്. ചിഹ്നയില്ല, ചില സ്ഥലങ്ങളിൽ ചിഹ്നയില്ല. കാരണം ചിഹ്നം ആളുകളിൽ നിന്ന് അത്രയേറെ ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ജനങ്ങളുടെ ഈ 9.5 വർഷത്തെ ഭരണം ജനങ്ങളെ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു. ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഒരു പക്ഷേ കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ സാധാരണക്കാരൻ്റെയൊക്കെ മോചനത്തിനുള്ള ശക്തമായൊരു പ്രേരക ശക്തിയാണ്, ചാലക ശക്തിയാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന വലിയൊരു പൊതുസമൂഹം ഇന്ന് മുഖ്യമന്ത്രിയെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മക്കളെ പറ്റിയൊക്കെയുള്ള അഴിമതി ആരോപണങ്ങൾ, ഒട്ടനവധി സംഭവങ്ങളുമായി ആളുകളിൽ നിന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ പേടിയാണ്. അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിച്ചാൽ ജനങ്ങൾ വോട്ട് ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇന്നിപ്പം അവരെ കാണുന്നത്. പല വേഷത്തിലും ആണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ആകെ ആളുകൾ നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തുനിന്നും പോകണ്ട. ഇപ്പോൾ അഴിയൂർ മുതൽ നമ്മൾ പോയിത്തല മുതൽ നമ്മൾ ചോറോട് വരെ എടുത്ത് നോക്കുമ്പോൾ ഈ അതിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ സർക്കാർ തന്നെ ലേശം പുറകോട്ട് വരിക. പിന്നെ ഇതിൻ്റെ മുമ്പിട്ടുണ്ടായ വികസന പ്രവർത്തനങ്ങൾക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മുമ്പിലില്ലേ എക്സ്പ്രസ് വേ തുടങ്ങാൻ MK മുനീർ സാഹിബ് കേരളത്തിൻ്റെ PW മന്ത്രിയായപ്പോൾ എന്താ ഇവർ പറഞ്ഞ് കേരളത്തെ 2ആയി വിഭജിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് കാതലായ ഓരോ സംഭവ വികാസങ്ങളെയും വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങളോടും എങ്ങനെ വന്നു എന്ന് തോന്നുമ്പോൾ തുടങ്ങി വെച്ചത് UDFൻ്റെ കാലഘട്ടത്തിൽ. കോൺഗ്രസ് എന്നുള്ളതല്ല, ഒരു മുന്നണി എങ്ങനെയാണ് ഉണ്ടാവുക? മുന്നണി എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഏറാമല, ഒഞ്ചിയം, ചോറോട് മേഖലകളൊക്കെ തന്നെ RMPക്ക് കുറച്ച് ശക്തിയുണ്ട്. നിങ്ങൾ വടകര വിട്ട് ഇതിൻ്റെ അപ്പുറം പോയോക്ക് എന്താ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മലബാറിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരുടെ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുക, നിങ്ങൾ CPMനെക്കാട്ടും വോട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ ഒരു മുന്നണി സംവിധാനത്തിൽ ശക്തരായ പാർട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് മാന്യമായ അക്കോമഡേഷൻ കൊടുക്കേണ്ടി വരും.
അത് സ്വാഭാവികമല്ലേ, യാതൊരു അർത്ഥവുമില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അവർ കൃത്യമായി അവർ ഉമറക്ക് പോവുക. ഉമറക്ക് പോകുമ്പോൾ ഈ നമ്മുടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് പ്രഖ്യാപിച്ച ഉടനെ അവർ പോകുന്നത് കൊണ്ട് അവർ പഞ്ചായത്ത് ഓഫീസിൽ പോയി സ്ഥാനാർത്ഥിയാവാനുള്ള ഫോം വാങ്ങി ആ ഫോമിൽ കൃത്യമായി ആ ഫോമിൽ അവർ ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യണം, അവരെ ഒപ്പ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പിന്നെ ഗസറ്റഡ് ഓഫീസറാണ്. ആ ഗസറ്റഡ് ഓഫീസർ മുമ്പ് ഒപ്പിട്ട് സാക്ഷ്യപത്രം കൊടുത്താൽ മാത്രമേ സ്വീകരിക്കൂ. അവർ ഗസറ്റഡ് ഓഫീസറിൽ നിന്ന് ഒപ്പ് വാങ്ങി അതിൽ അവരെ ഒപ്പുവിട്ട് ഗസറ്റഡ് ഓഫീസർ സാന്നിധ്യത്തിൽ ഒപ്പ് വെച്ച് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായും ആർ ഒ സ്വീകരിച്ചു. ഇനിയിപ്പോൾ എന്ത് പറയാനാ, ആർ ഒ സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കൂ, ഒരു സ്ക്രൂട്ടിങ് ഉണ്ടല്ലോ, ആ സ്ക്രൂട്ടിങ് നമ്മൾ എന്ത് പറയും, ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ട്. ആർ ഒൻ്റെ വിവേചനാധികാരത്തെ പറ്റി അത് അംഗീകരിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഈ 20-ാം വാർഡിൽ UDF കീഴിലുള്ള വാർഡ് തിരിച്ചു പിടിക്കാനുള്ള എന്തൊക്കെ കള്ളപ്രചരണങ്ങളായിട്ട് വരും ഇത് നാട്ടിൽ. കോടതി പോട്ടെ, അവിടെ എന്താ കോടതി വെച്ചാണ് എല്ലാം അത് ഒപ്പിട്ടത് എപ്പോഴാണ് കൃത്യമായിട്ട് അതിൻ്റെ ആളുകൾ ഒപ്പിട്ട് നമ്മുടെ ഗസറ്റഡ് ഓഫീസർ ഒപ്പിട്ട് ഡേറ്റയിലുണ്ട്. പിന്നെ അതിൽ ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ കൊടുക്കുന്ന അന്ന് ഡേറ്റ് ഇട്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ തെറ്റ്? അതെന്തുകൊണ്ട് ഞാനിപ്പോൾ ഒരാഴ്ച മുമ്പേ ഒരു ഗസറ്റഡ് ഓഫീസറുടെ മുമ്പിൽ ഞാൻ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് ഗസറ്റഡ് ഓഫീസ് സാന്നിധ്യത്തിൽ ഒപ്പുവെച്ച സാധനം കൊടുക്കുന്ന ഒരാഴ്ച കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇത്ര തീയതി മുതൽ പത്രിക സമർപ്പണമുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് ഇട്ട് കൊടുക്കുക. അവിടെ തെറ്റി അത് കോടതി ചലഞ്ച് ചെയ്യട്ടെ, നമുക്ക് കോടതി കാണാം. M മുകേഷിലൊക്കെ അങ്ങ് ശശിയു ഈ പാർട്ടി ഒളി ക്യാമറ വെച്ച പാർട്ടിയുടെ പിന്നെ ഗോപി കോട്ടമുക്കിനെതിരായിട്ട് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇവരെ കഥ പറയുന്നത് അതൊന്നും ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇപ്പോൾ കേരളത്തിൽ രാഹുലിൻ്റെ അല്ല. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മളെ കട്ടിളപ്പാളിയും പിന്നെ എല്ലാം സ്വർണം പൂച്ചതാണ്. രാഹുലിൻ്റെ വിഷയമൊന്നും ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ലെന്ന്. ഇവിടെ ഇപ്പോൾ കേരള രാഷ്ട്രീയം അതിനെക്കാട്ടും വലിയ ഗൗരവമുള്ള വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യപ്പെടും. രാഹുലിൻ്റെ പീഡനം നോക്കുന്നതല്ല, ഇവിടെ ശക്തമായി പോലീസ് ഉണ്ടല്ലോ, പാർട്ടിക്ക് തന്ന പിന്നെ കിട്ടിയ പരാതി കൃത്യമായി DGPക്ക് കൈമാറിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. CPM നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇവരെ കൈകൾ കിട്ടിയ കോപ്പികളൊക്കെ ഒന്ന് AK സെൻറ്റർ ഒന്ന് തപ്പി നോക്കട്ടെ, എത്ര ഉണ്ടാവും ആളുകൾ കൊടുത്ത്. കോൺഗ്രസ് എന്തായത്, കോൺഗ്രസ് DGP കൊടുത്ത് അതിൻ്റെ മുകളിൽ കേസെടുത്തു. കോൺഗ്രസ് ആയത് ആളുകൾക്ക് അറിയാം കോൺഗ്രസിൻ്റെ സമീപനം. അല്ല, BJPയുടെ വളർച്ചയെ നിസ്സാരമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ നമ്മൾ പറയേണ്ടത് എന്താ, ഒരു പക്ഷേ BJP പോലും നാണിച്ചു പോകുന്ന തരത്തിലാണ് ഇവിടെ ഈ മേഖലകളിൽ ഇപ്പം വടകര ഈ ഞങ്ങളുടെ പഞ്ചായത്ത് മേഖലയിലൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളല്ല, വളരെ ഗുരുതരമായ ചില വിഷയങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം വെച്ചാൽ ഒരു ഹിന്ദു ഉള്ള സ്ഥലങ്ങളിൽ അത് അവിടെ പ്രചരണം വേറെയും, വേറെ ആളുകൾ മത്സരിക്കുന്നിടത്ത് വേറെയും, അങ്ങനെ വ്യത്യസ്തമായ രീതികളുള്ള പ്രചരണം ഒരു മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിലാകാണ് പോകുന്നത്. ഇതൊന്നും രാഷ്ട്രീയ മര്യാദയല്ല, BJP അല്ല, ഇടതുപക്ഷം. അതൊരു വലിയൊരു ഗൗരവമാണ്. ഇവരെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ കാണിച്ചാൽ കാലങ്ങളായി നമ്മുടെ ഏരിയകളിൽ നിന്നും BJPക്ക് ശക്തിയില്ല. പക്ഷേ ഈ CPM നടത്തുന്ന ഈ കളിയുണ്ടല്ലോ, അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ കേരളത്തിൽ ബംഗാളിലും ത്രിപുരയിലൊക്കെ പാർട്ടി അപജയപ്പെട്ട് പാർട്ടി ഒന്നുമില്ലാണ്ടാക്കിയപ്പോൾ പണിയെടുക്കാൻ വേണ്ടി ആളുകളൊക്കെ കേരളത്തിൽ വന്നു. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞ് ഇവരിങ്ങനെ പോകുന്നതാണെങ്കിൽ കേരളത്തിൽ CPMൻ്റെ അപജയം ഉണ്ടായാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് വലിയൊരു ശതമാനം ആളുകൾ അത് പിന്നെ CPM വിട്ട് BJP പോകും. പക്ഷേ ഈ CPMമാർ ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നത് ഞാനറിയില്ല. പണ്ട് ആര് പോകുന്നു, അങ്ങനെ പല ആളും പോയി. കോൺഗ്രസ് ഇത് ഇപ്പാറ്റും തുടങ്ങിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള കാലഘട്ടം. അതിന് നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള കാലഘട്ടം കോൺഗ്രസ് നോക്കൂ. ഇന്നിപ്പോൾ CPMലുള്ള നേതാക്കന്മാർ BJPയുള്ള നേതാക്കന്മാരൊക്കെ കോൺഗ്രസ് നിന്ന് പോയതാ. ഈ പാർട്ടി അങ്ങനെ ആളുകൾ പോകുന്നതുകൊണ്ടൊന്നും ഈ പാർട്ടി തകരില്ല. കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനമല്ല. കണക്കെടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസിന് ക്ഷീണമില്ല എന്നാരെങ്കിലും പറഞ്ഞു. പക്ഷേ എന്താ സംഭവം, ഈ ഗവൺമെൻറ് തകരില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന പണവും മണി പവറും അവരുടെ പിന്നെ അധികാരങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള തിരഞ്ഞെടുപ്പാണ് നടത്തിയത്. വോട്ട് ചോറൊക്കെ നടത്തി രാഹുൽ ഗാന്ധി നടത്തിയ കാര്യങ്ങളും ഇപ്പം ദേശീയ മാധ്യമങ്ങൾ പോലും ഇവരുടെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുക. അതുകൊണ്ട് അതെല്ലാം ഒരു താൽക്കാലിക നേട്ടം, ശാശ്വതമായ ഒരു നേട്ടമല്ല. ഇന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ ഇന്ദിരാഗാന്ധി നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പോലും പുറത്തു പോയൊരു കാലഘട്ടം ഈ ഇന്ത്യക്കുണ്ടായിരുന്നു. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്.
കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.